വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുക്കാനാണ് ഇന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ പ്രോസ് 2 ഭാഗങ്ങളായിട്ടാണ് പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ 1ാം ഭാഗം നമ്മളിപ്പോൾ തുടങ്ങുന്നു. അതിന്റെ ആദ്യത്തെ ഭാഗം look at the blackboard. Use and use. Use and use. Use and use comprising 2 prose and 2 poems. The Mysterious Picture by Charles Dickens. The first one. And the second one, The Boy Who Drew Cats by Nasir Tagaji. Japanese better. And 2 poems. The first one, Taj Mahal, written by Lalitha Tagore. And the second poem, We Are the World, written by Michael Jackson and Lionel Richie Jr. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ്. ആദ്യം ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് 8ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് നോട്ട്ബുക്ക് കൂടെ തയ്യാറാക്കി വെച്ചേക്കണം. ഇടയ്ക്ക് നോട്ടോ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാം. ടെക്സ്റ്റില് ഒരു ഇതിനകത്ത് പഴയ പുസ്തകമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പുസ്തകത്തിൽ ഏതാണെന്ന് അറിയത്തില്ല. എങ്കിലും പേജ് നമ്പർ 9 പഴയ പുസ്തകമാണെന്ന് തോന്നുന്നു. പേജ് നമ്പർ 9 ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പിക്ചർ, ഒരു മിസ്റ്റീരിയസ് പിക്ചറാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങളൊന്ന് ആ ചിത്രം ഒന്ന് കണ്ടിട്ട് അതിനകത്ത് എന്തൊക്കെ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നോക്കിയാട്ട്. അതിനകത്ത് എന്തൊക്കെ നിഗൂഢതകൾ ആ ചിത്രം നോക്കുമ്പോൾ എന്തെല്ലാം നിങ്ങൾ കണ്ടു എന്ന് നോക്കുക. Look at the picture carefully. What do you see in this picture? What do you see in this picture? സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. കണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. കുതിരയുണ്ട്, ആളുണ്ട്, തൊപ്പിയിട്ടിരിക്കുന്നു, എല്ലാം കൂടെ ഒരാളാണ്, ഒരു അരുവി ഒഴുകി പോകുന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വാട്ട് ആർ ദി ഡീറ്റെയിൽസ് യു നോട്ടീസ് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി? നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കാണാൻ കഴിയും. ഒരാൾ കാണാത്തത് വേറൊരാൾ കണ്ടെന്നിരിക്കും. അപ്പൊ എത്രത്തോളം സൂക്ഷ്മമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കാവോ അത്രത്തോളം അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഒരു ചിത്രത്തിൽ തന്നെ പല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു മിസ്റ്റീരിയസ് പിക്ചറാണ്, അല്ലെ? ഹൗ ഡിഡ് ദ ആർട്ടിസ്റ്റ് ഹൈഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഫ്രം അവർ ഐസ് അറ്റ് ദ ഫസ്റ്റ് സൈറ്റ്? ആദ്യത്തെ കാഴ്ചയിൽ നമ്മൾ ഇതൊന്നും കാണത്തില്ല, അല്ലെ? പക്ഷെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. നമ്മുടെ നിരീക്ഷണ പാഠവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ചിത്രം വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും. അപ്പൊ ഇത്തരം ചിത്രങ്ങൾ നമ്മൾ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയും, അല്ലെ? ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് മിസ്റ്റീരിയസ് പിക്ചർ. ആൻഡ് ലുക്ക് അറ്റ് ദി ലെസൺ നെക്സ്റ്റ് പേജ്. ദ മിസ്റ്റീരിയസ് പിക്ചർ. The Mysterious Picture is written by Charles Dickens. നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രൊഫൈൽ ഒന്ന് ശ്രദ്ധിക്കാം. ചാൾസ് ഡിക്കോസ്റ്റ്. ലൈഫ് ടൈം നോക്കട്ടെ. 1827 to 79. 1827 to 79. The father of Belgian literature. അതെ, ചാൾസ് ഡിക്കോസ്റ്റർ എങ്ങനെ അറിയപ്പെടുന്നത്? ദ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ. ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ എന്താ? ബെൽജിയൻ സാഹിത്യത്തിന്റെ പിതാവ്. വാസ് ബോൺ ഇൻ മ്യൂണിച്ച്. അദ്ദേഹം എവിടെ ജനിച്ചു? മ്യൂണിച്ചിൽ. അപ്പൊ ചാൾസ് ഡിക്കോസ്റ്റർ 1827 to 79, the father of Belgian literature, was in Munich.
ഹിസ് മാസ്റ്റർ പീസ്. എന്താണ് മാസ്റ്റർ പീസ്? നമുക്കറിയാം, ഒരു സാഹിത്യകാരന് ഒരു മാസ്റ്റർ പീസ് കൃതിയുണ്ട് എന്ന് നമുക്കറിയാം, അല്ലെ? എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും കൂടുതൽ വൈഡ്ലി റെഡ് ആയിട്ടുള്ള പുസ്തകമാണ് യഥാർത്ഥത്തിൽ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ തകഴിക്കൊക്കെ കയർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ്. വിലാസിനിയുടെ അവകാശികൾ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മലയാള സാഹിത്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു എന്തോന്ന് ദ ലെജൻഡ് ഓഫ് ടൈൽ ഉളൻസ്പീഗൽ ആൻഡ് ലാമെ ഗോഡ്സെക്ക്. അപ്പൊ അത് ഇച്ചിരി വായിക്കാൻ ഇച്ചിരി പ്രയാസമായിട്ട് തോന്നും, ഒന്നുകൂടെ ഞാൻ പറയാം. ദ ലെജൻഡ് ഓഫ് ടൈൽ ഉളൻസ്പീഗൽ. ടൈൽ എന്നോ ടിൽ എന്നോ ഒക്കെ വായിക്കുന്നുണ്ട്. ദ ലെജൻഡ് ഓഫ് ടിൽ ഉളൻസ്പീഗൽ ആൻഡ് ലാമെ ഗോഡ്സെക്ക്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്. അപ്പൊ ഹിസ് മാസ്റ്റർ പീസ് ഈസ് ദ ലെജൻഡ് ഓഫ് ടൈൽ ഉളൻസ്പീഗൽ ആൻഡ് ലാമെ ഗോഡ്സെക്ക്, written in the year 1867, a 16th century romance which was barely read in Belgium. വളരെ ചുരുക്കമായിട്ട് ഇത് ബെൽജിയൻ സാഹിത്യത്തിൽ ഇത് വായിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഡിഡ് നോട്ട് മീറ്റ് അപ്പ് ടു ദി കൺവെൻഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബെൽജിയൻ നാഷണലിസം. അത് തന്നെ കാരണം. എന്തുകൊണ്ടാ? ഇറ്റ് ഡിഡ് നോട്ട് മീറ്റ് അപ്പ് ടു ദി കൺവെൻഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ബെൽജിയൻ നാഷണലിസം. ബെൽജിയൻ ദേശീയത അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിൽക്കുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് വലിയ വായനക്കാരെയൊന്നും ലഭിച്ചിരുന്നില്ല. ബെയർലി റെഡ് ആണ്. കാരണം വളരെ ചുരുക്കമായിട്ടേ ആ പുസ്തകം വായിച്ചിട്ടുള്ളൂ. എന്നാൽ പിൽക്കാലത്ത് അതിന് മാറ്റം വന്നു. ബട്ട് ഇറ്റ് ഗെയിൻഡ് പോപ്പുലാരിറ്റി ആൾ ഓവർ ദ വേൾഡ്. പക്ഷേ ലോകം മുഴുവൻ അത് പിന്നീട് പ്രശസ്തമായി തീർന്നു. അതാണ് ബട്ട് ഇറ്റ് ഗെയിൻഡ് പോപ്പുലാരിറ്റി. പോപ്പുലാരിറ്റി എന്താ? പരക്കെ അംഗീകാരം, പരക്കെ വായിക്കുന്നതാണ് പോപ്പുലാരിറ്റി, പ്രചാരം. ആൾ ഓവർ ദി വേൾഡ്, ലോകം മുഴുക്കെ അതിന് പ്രചാരം ലഭിച്ചു. ബെൽജിയൻ സാഹിത്യത്തിൽ ബെൽജിയൻ നാഷണാലിസത്തെ അതിന്റെ കൺവെൻഷൻ സ്റ്റാൻഡേർഡിന്റെ ഒപ്പം നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് വായനക്കാർ വളരെ കുറവായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് വായനക്കാരെ അതിന് ആ പുസ്തകത്തിന് ലഭിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഗെയിൻഡ് പോപ്പുലാരിറ്റി ആൾ ഓവർ ദ വേൾഡ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ക്ലാസിക്സ് ഇൻ ബെൽജിയൻ ലിറ്ററേച്ചർ. പിന്നീട് അതിന് എന്ത് കിട്ടി? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ക്ലാസിക്സ് ഇൻ ബെൽജിയൻ ലിറ്ററേച്ചർ. ബെൽജിയൻ സാഹിത്യത്തിലെ ക്ലാസിക് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എന്നുള്ള സ്ഥാനം ആ പുസ്തകത്തിന് ലഭിക്കുകയും ചെയ്തു. അതാണ് ദ ലെജൻഡ് ഓഫ് ടൈൽ ഉളൻസ്പീഗൽ ആൻഡ് ലാമെ ഗോഡ്സെക്ക്, റിട്ടൺ ബൈ ചാൾസ് ഡി കോസ്റ്റർ. പ്രൊഫൈല് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് നേരെ നമുക്ക് പാഠത്തേക്ക് കടക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നോക്കിയിട്ട് മിസ്റ്റീരിയസ് പിക്ചർ. സ്പെല്ലിംഗ് ഒക്കെ ആദ്യമേ ശ്രദ്ധിച്ചോളൂ. എട്ടിലെ കുട്ടികൾ ആ സ്പെല്ലിംഗ് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. മിസ്റ്റീരിയസ്, സ്പെൽ ദ വേർഡ് മിസ്റ്റീരിയസ്. കണ്ടല്ലോ, അത് ഹൃദയസ്ഥമാക്കുക. Let's read a story from the legend of the glorious adventures of Tyle Ulenspiegel. It narrates an interesting episode from the life of an artist. നമുക്കറിയാം. Let us read a story from the legend of glorious adventures of Tyle Ulenspiegel. അപ്പൊ Tyle Ulenspiegelന്റെ ഗ്ലോറിയസ് അഡ്വഞ്ചേഴ്സ്, മഹത്തായ സാഹസിക കഥകളുണ്ട്. മഹത്തായ സാഹസിക കഥ. അപ്പൊ അതിൽ നിന്ന് ഉള്ള കഥയാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. ഒരു കഥ എവിടെ നിന്ന് എടുത്തു? ഫ്രം ദ ലെജൻഡ് ഓഫ് ദ ഗ്ലോറിയസ് അഡ്വഞ്ചേഴ്സ് ഓഫ് ടൈൽ ഉളൻസ്പീഗൽ. ഇനി ഇതിനകത്ത് എന്താണ് പറയുന്നത് നോക്കിയാ. ഇറ്റ് നറേറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്. നമുക്കറിയാം, വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ്. എപ്പിസോഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെപ്പോഴും സീരിയലൊക്കെ കാണുമ്പോൾ എപ്പിസോഡ് എന്ന് പറയത്തില്ലേ? എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണ്, ഒരു കഥയുടെ ഒരു ഭാഗം. ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഫ്രം ദ ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കലാകാരൻ. അപ്പൊ ഒരു കലാകാരന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇവിടെ പറയുന്നത്. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ പഠിക്കാൻ പോകും. അപ്പൊ നമുക്ക് നേരെ പാഠഭാഗത്തോട്ട് കിടക്കാം. ആദ്യത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കുക, ഞാനൊന്ന് വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിംഗ്സ് ഫ്രം കോർട്ട് ടു കോർട്ട് rode to the palace of the Archduke of Battenberg on his donkey.
His clothes and appearance attracted everyone's attention. His cap was set smartly on his head, and the 3 bright feathers on it danced in the breeze as he rode. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey. We don't allow any loafers here. You and your donkey already look like skeletons." അപ്പം ഇനി നമുക്ക് ഇത് വായിച്ചാണല്ലോ, അപ്പം നിങ്ങൾ പുസ്തകത്തിൽ നോക്കി അത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയക്കുറവുണ്ട്, എങ്കിലും അതെന്തോ മനസ്സിലാകണ്ടേ, അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് പറയാം. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട് റോഡ് to the palace of the Archduke of Battenberg on his donkey. But till നമ്മുടെ കഥാനായകൻ in the course of his wandering from court to court, വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ, അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ സാഹസികതയ്ക്ക് വേണ്ടിയുള്ള അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. It narrates an interesting episode in the life of an artist നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മുടെ നായകൻ till in the course of his wanderings from court to court, കോർട്ട് എന്താ, രാജകൊട്ടാരം, കൊട്ടാരം തൊട്ട് കൊട്ടാരം വരെ അദ്ദേഹം എന്തിന്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്? റോഡ് ടു ദ പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ഇപ്പൊ വന്നിരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര, പല യാത്രകൾ ചെയ്ത് അദ്ദേഹം ഇപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലാണ്. അദ്ദേഹത്തിന്റെ വാഹനം എന്താണെന്ന് നോക്കിയാട്ടോ നിങ്ങൾ, ഓൺ ഹിസ് ഡോങ്കി. എവിടെയാ അദ്ദേഹം, എങ്ങനെയാ അദ്ദേഹം വന്നേ? കഴുതയുടെ പുറത്ത്. അപ്പൊ കഴുതയെ ഒരു വാഹനമായിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കഴുതയുടെ പുറത്ത് അദ്ദേഹം ഇപ്പൊ എവിടെ എത്തിയിരിക്കുകയാണ്? തന്റെ യാത്രയുടെ അവസാനം ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ഒന്ന് നോക്കാം. ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ അദ്ദേഹം ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിൽ തന്റെ കഴുതയുടെ പുറത്ത് എത്തി അവിടെ വന്ന് നിൽക്കുന്നു. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ. അത് കാണുമ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കത്തക്കണക്കുള്ളതാണ് അവന്റെ വസ്ത്രങ്ങളും അവന്റെ ഭാവങ്ങളും. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യം എന്താ? അവന്റെ വസ്ത്രങ്ങളും അതുപോലെ അവന്റെ രൂപഭാവങ്ങളും, അപ്പിയറൻസ്. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. തലയിലൊരു തൊപ്പിയുണ്ട്, അത് വളരെ സ്മാർട്ടായിട്ട് തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആൻഡ് 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ് ഇൻ ദ ബ്രീസ്. ആ തൊപ്പിയിലെ 3 തൂവലുകൾ, ആ തൊപ്പിയിലെ 3 തൂവലുകൾ ബ്രൈറ്റ് ഫെദേഴ്സ് ആണ്, തിളങ്ങുന്ന തൂവലുകളാണ്. ഡാൻസ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. അവനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവന്റെ അരക്കം കൊണ്ട്, കഴുതയുടെ പുറത്തല്ലേ യാത്ര ചെയ്യുന്നത്, ആ യാത്ര ചെയ്യുമ്പോൾ അവന്റെ ആ യാത്രയുടെ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ആ തൊപ്പിയിലെ തൂവലുകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. അങ്ങനെ വന്ന് അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, ആർച്ച് ഡ്യൂക്കിന്റെ, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിന്റെ കൊട്ടാരത്തിന്റെ എൻട്രൻസിൽ, കവാടത്തിൽ എത്തി നിൽക്കുക. നമുക്കറിയാം, അങ്ങനെ ആർക്കും കൊട്ടാരത്തിലോട്ട് നമുക്ക് ഇടിച്ചു കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ആ കൊട്ടാരത്തിലെ കാവൽക്കാരൊക്കെ കാണും. അവരുടെ അനുവാദമില്ലാതെ ആർക്കും അതിനകത്തോട് പ്രവേശനം കാണില്ലല്ലോ. അങ്ങനെ അവിടെ എത്തിയിരിക്കുക. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിൽ എത്തിയപ്പോൾ ദ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് കാൾഡ് ഔട്ട് ടു ഹിം. അങ്ങനെ അകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതാരുടെ ശ്രദ്ധയപ്പെടും? ഗാർഡ്സിന്റെ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് കാൾഡ് ഔട്ട് ടു ഹിം. അവിടെ ഉറക്കെ വിളിച്ചു. എന്ത് പറഞ്ഞു? ഹേയ് ദെയർ, അവിടെ നിൽക്ക്. ഹേയ് ദെയർ, യു ഫെലോ ഓൺ ദ ഡോങ്കി. ആ കഴുതപ്പുറത്തിരിക്കുന്ന ആളെ, നിങ്ങൾ അവിടെ നില്ല്. എവിടെ ഇടിച്ചു കയറി പോന്നേ എന്നുള്ള അർത്ഥത്തിലാണ്. വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. അലഞ്ഞു നടക്കുന്നവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ആ കൊട്ടാരത്തിൽ വരണമെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി രാജാവിന്റെ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നത്. അപ്പൊ അങ്ങനെ അലഞ്ഞു നടക്കുന്നവർക്കൊന്നും കയറി വരാൻ പറ്റിയൊരു സ്ഥലമല്ലല്ലോ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലേ, ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സിന്റെ ഡ്യൂട്ടി തന്നെ ആയിരിക്കുമല്ലോ. അനുവാദമില്ലാതെ അടുത്ത് കിടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കണ്ടിട്ടാണ് അദ്ദേഹം ചോദിച്ചത്, ഹേയ് ദെയർ, അവിടെ നിൽക്കാൻ.
ആരോടാ? യു ഫെലോ ഓൺ ദ ഡോങ്കി. ഈ വന്ന ആളുടെ പേരൊന്നും ആർക്കറിയത്തില്ല, ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സിന് അറിയത്തില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്, ഹേയ് ദയർ യു ഫെലോ ഓൺ ദ ഡോങ്കി, അല്ലേ? ആ കഴുതയുടെ പുറത്ത് വന്ന ആളെ അവിടെ നില്ലോ, നിങ്ങളെ ഉദ്ദേശിച്ചു. വി ഡോണ്ട് അലോ എനി ലോ ഫീഡ്സ് ഹിയർ. ലോ ഫീഡ്സ് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഒന്നും, വാണ്ടറിംഗ് പീപ്പിളിനെ ഒന്നും ഇവിടെ അനുവദിക്കില്ല. യു ആൻഡ് യുവർ ഡോഗി, നീ നിന്റെ ഒരു കഴുതയും ആൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻസ്. രണ്ടിനെ കണ്ട അസ്ഥി പഞ്ചര പോലെ സ്കെലിറ്റൻസ് ആണ്. ഭക്ഷണമൊന്നും കഴിക്കാതെ ഒക്കെ നടക്കുന്ന ആൾ നമുക്കറിയാം, അസ്ഥി പഞ്ചരം പോലെ ഇരിക്കുന്നത്. അത് കഴുതയും അത് തന്നെ, അവനും അത് തന്നെ, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ആ വിചിത്ര രൂപത്തിലുള്ള ആളിനെ അങ്ങനെ അകത്തോട്ട് കടത്തിവിടത്തില്ല. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് പറഞ്ഞത്, ഹേ ദയർ യു ഫെലോ ഓൺ ദ ഡോങ്കി, വി ഡോണ്ട് അലൗ എനി ലോ ഫീഡ്സ് ഹിയർ. യു ആൻഡ് യുവർ ഡോങ്കി ആൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻസ്. ഒരു ഭാഗം അവസാനിക്കും.